പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുത്തിട്ടും മരണങ്ങളുണ്ടായത് ഞരമ്പുകളിൽ നേരിട്ട് വൈറസ് പ്രവേശിച്ചത് മൂലമാണെന്ന് കണ്ടെത്തൽ. വാക്സിൻ എടുത്തവരുടെ മുഖത്തും കഴുത്തിലും തലയിലുമുണ്ടായ ഗുരുതരമായ മുറിവുകളിലൂടെയാണ് വൈറസ് പ്രവേശിച്ചതെന്നും പ്രാഥമിക പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടും സംഭവിക്കുന്ന പേവിഷബാധ മരണങ്ങൾ സംബന്ധിച്ച് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, ആരോഗ്യവകുപ്പ്, സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ്, ജില്ലാ സർവൈലൻസ് ഓഫീസർമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത്. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മരണപ്പെട്ട സംഭവത്തിൽ ഇവർക്കെടുത്ത ബാച്ചുകളിൽ ലഭ്യമായ വാക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നിവ ഗുണനിലവാര പരിശോധനയ്ക്കായി സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ അയച്ചിരുന്നു. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ മുഖേനയാണ് ഇവ പരിശോധനയ്ക്ക് അയച്ചത്. പരിശോധിച്ച ബാച്ചുകളെല്ലാം ഗുണനിലവാരം പാലിക്കുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഇക്കൊല്ലം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റ 6,88,998 പേർക്കാണ് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തത്. ഇക്കൊല്ലം 27 പേവിഷബാധ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 6 പേർ പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ശേഷമാണ് മരണപ്പെട്ടത്. എന്നാൽ ഒരു വ്യക്തി ഒറ്റ ഡോസ് വാക്സിൻ മാത്രമാണ് സ്വീകരിച്ചത്. ഈ മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് പഠനം നടത്തിയത്. 2021 11 പേരായിരുന്നു പേവിഷബാധയേറ്റു മരിച്ചത്. 2022 27 പേർ, 2023 25-ഉം 24-ൽ 28 പേരും എന്നിങ്ങനെയാണ് കണക്ക്. ഈ വർഷം 8 മാസത്തിനിടെ മാത്രമാണ് 27 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.